കൂട്ടുകാരെ, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിലോട്ട് പോകുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല. അപ്പോൾ അവരറിയാതാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളെയും വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിലോട്ട് ചെന്ന് കയറാൻ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യും. കൊച്ചിയിൽ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യും, എൻ്റെ ബ്രദറും ഞാനും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് കയറി ചെല്ലും. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ അവർക്കൊട്ടും പ്രതീക്ഷ ഇല്ല. അതായത് എനിക്കിനിയും ഏപ്രിലൊക്കെ വരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷ അല്ല അവരിയ്ക്കുന്നത്. ഇപ്പം അതായത് ഡിസംബറിൽ വരുമെന്നോ അവർക്ക് ഇച്ചിരി നിരാശ ഉണ്ടായിരുന്നു. അതായത് ക്രിസ്മസിന് വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത് അവർ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 9:30-ക്കാണ്, ഇപ്പം 5:30 ആവുന്നു. അത് കഴിഞ്ഞിട്ട് ബഹ്റിൻ വഴിയാണ് ഞാൻ പോകുന്നത്. ബഹ്റിനിൽ ചെന്നിട്ട് കൊച്ചിയിൽ നാളെ രാവിലെ എത്തും, വെളുപ്പിനെ എത്തും. അത് കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലെത്തും. അപ്പോൾ ഞാനും എൻ്റെ ബാഗും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ വന്നതിന് മറ്റേ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ വന്നിവിടെ കുത്തിയിരിക്കുക. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നത്, ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് അന്നേരം എനിക്ക് ഉറക്കം വരത്തില്ലെന്ന്. പിന്നെ ഞാൻ ഈ സാധനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഇത്രയും സമയം. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് സംസാരിക്കാൻ വേറൊരാൾ വന്ന് അങ്ങനെ പുള്ളിയോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് പറയുക. ഇവിടെ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നമുണ്ടല്ലോ, അത് എയർപോർട്ടിനകത്ത് വരെ ഉണ്ട്. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഇവിടെയായിട്ട്, കുറേ പേരുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ വരെ ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ കുത്തി വെച്ചപ്പോഴത്തേക്കും അവർ വന്ന് നോക്കി ആരുടെ ഫോൺ. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിക്കും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇരുന്നിടത്ത് പുറകിലിരുന്ന 2 പേര് അവർ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫോണിനകത്ത് 24/7 ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിന് ഞാൻ നാട്ടിലുണ്ട്. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. നാട്ടിലോട്ട് ചെല്ലണം. എന്നിട്ട് ബാക്കി എനിക്ക് ആദ്യം ശരിക്കും ഉറങ്ങണം. ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ